ഷോർട്ട് വീഡിയോസ് ഇടുമ്പോഴെല്ലാം എല്ലാവരും പറയാറുണ്ട് ലോങ് വീഡിയോസായിട്ട് ചെയ്തുകൂടെയെന്ന് റെസിപ്പികൾ. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആണ്. ഈ റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെയോ കണ്ടിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതെൻ്റെ റെസിപ്പി അല്ല. ഫ്രഷ് കൊഞ്ച്, പച്ചമാങ്ങ, ഉണക്ക കൊഞ്ച് ഇതൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ഫ്രഷ് കൊഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ബാക്കി കാണിക്കാം. ക്ലീൻ ചെയ്യുന്ന പോർഷൻ എടുക്കാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അത് കാണാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കാഞ്ഞത് കേട്ടോ. ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെക്കുക. ഉണക്ക കൊഞ്ച് കഴുകി വൃത്തിയാക്കി വറക്കുന്നൊരു സീനുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത സമയത്ത് ക്യാമറ ഓണാക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പം ആദ്യം ഉണക്കക്കൊഞ്ച് നന്നായിട്ട് കഴുകി കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് അരമുറി തേങ്ങയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനകത്തേക്ക് അരമുറി, ഇപ്പം കൊച്ചു മാങ്ങയാണെന്നുണ്ടെങ്കിൽ 1 മാങ്ങ മതി, വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1-2 പൂളിട്ട് ഇതുപോലൊന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു വെള്ളമയം ഉണ്ടല്ലോ, അത് പോകുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ സാധാരണ തീയലിനൊക്കെ വറുക്കുന്ന പോലെ ഒരുപാടങ്ങ് ബ്രൗൺ ആവണ്ട. ഒരു ഗോൾഡൻ ബ്രൗൺ വരെ വറുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ കൂട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത് ചട്ടിയിലേക്ക് ഒഴിച്ച് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കൊഞ്ചെന്ന് പറയുന്നത് 10 മുതൽ 15 മിനിറ്റ് വരെ കൊണ്ട് സെറ്റായി വരുന്ന അല്ലെങ്കിൽ വെന്ത് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേവി റെഡിയാക്കുമ്പോൾ അതിൻ്റെ ഉപ്പ്, പുളി എല്ലാം നോക്കി കറക്റ്റ് ആക്കിയതിന് ശേഷം ഒരുപാട് വെള്ളം ആവാതെ വേണം ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വെക്കാനായിട്ട്. ഇനി അഥവാ വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കൊഞ്ചിടുന്നതിന് മുമ്പായിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം വേണം, അതായത് ഒരുപാടങ്ങ് വറ്റിച്ചല്ല, ആ കൂടിയ വെള്ളം ഒന്ന് കുറച്ചതിന് ശേഷം വേണം കൊഞ്ചിട്ട് കൊടുക്കാനായിട്ട്. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ കൊഞ്ച് നന്നായിട്ട് വെന്ത് വരും. ഇനി അതിലേക്ക് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യുമ്പോഴാട്ടോ അതിൻ്റെ അടിപൊളി ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊന്ന് ചൂടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്ത തേങ്ങ ഉപയോഗിച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിലും തീയൽ പോലെ നന്നായിട്ട് വറുത്തിട്ടില്ല എന്ന് ഓർത്തോണം. അതുകൊണ്ടാണ് പെട്ടെന്ന് കേടായി പോയാലോ എന്നുള്ളത് കൊണ്ടാണ് മീൻകറിയൊക്കെ അടുത്ത ദിവസമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കൊന്ന് ചൂടാക്കാൻ പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ ഇന്ന് രാത്രി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി വെക്കുക. അടുത്ത ദിവസം രാവിലെ ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി വെക്കുക. കറി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഈ കറി ചോറിൻ്റെ കൂടാണ് കേട്ടോ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പുട്ടിൻ്റെ കൂടെയൊക്കെ ചേരും, എന്നാൽ പോലും ചോറിനാണ് ഈ കറി നല്ല ബെസ്റ്റായിട്ട് ചേരുന്നത്. ഇത് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് അങ്ങനെ കുറേ പച്ച ഐറ്റംസ് ഇട്ടുണ്ടാക്കിയ കൂർക്ക മെഴുക്കുവരട്ടിയാണ്. ഇതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇടാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയാണെന്ന് വെച്ചാൽ ഇടാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതുപോലെ ലോങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. സമയം പോലെ ഓരോ റെസിപ്പിയുടെയും, അതായത് ഷോർട്സിലാണ് ഞാൻ ഓരോ ഊണിൻ്റെ കൂടെ വിളമ്പുന്ന കറികൾ കണ്ടിട്ട് ഓരോരുത്തർ റെസിപ്പി ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയുക. ഇത് തന്നെ എത്ര പേര് കാണുമെന്നറിയത്തില്ല, എന്നാൽ പോലും കിടക്കട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.